വിശ്വമിശിഹായി സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ഏറ്റവും സ്നേഹമുള്ളവരെ, യെശയ്യായുടെ പുസ്തകം 50-ാം അധ്യായത്തിന്റെ 7-ാം തിരുവചനം. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഈശോയുടെ ഏറ്റവും പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളെയും ഒക്കെ വ്യക്തി ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ എന്നെയും നിങ്ങളെയും മാനുഷികമായി സഹായിക്കാൻ ഒരുപാട് പേരുണ്ടെന്ന് പലപ്പോഴും ആത്മവിശ്വാസത്തോടെ പറയുന്നവരാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അങ്ങനെ സഹായിക്കുന്ന ആളുകളും ഉണ്ടാകും. എന്നാൽ ജീവിതത്തിൽ ഒരു ഘട്ടം എത്തിക്കഴിയുമ്പോൾ എനിക്ക് നിങ്ങൾക്കും ബോധ്യമാകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. മനുഷ്യന്റെ സഹായത്തിന് ഒരു പരിമിതിയുണ്ട്. പ്രിയമുള്ളവരെ, അവരെന്നെയും നിങ്ങളുടെയും ജീവിതത്തെ ടേക്ക് കെയർ ചെയ്യുന്നതിന് ഒരു പരിമിതിയുണ്ട്. എന്നാൽ അവിടെയാണ് സ്വർഗത്തിന്റെ ഒരു പരിഗണന എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വർഗം എന്നെയും നിങ്ങളെയും പരിഗണിക്കുന്നത് പോലെ, സഹായിക്കുന്നത് പോലെ മറ്റാർക്കും എന്നെയും നിങ്ങളെയും സഹായിക്കാൻ സാധ്യമല്ല. കാരണം സ്വർഗം എന്നെയും നിങ്ങളെയും സഹായിക്കുന്നത് അൺകണ്ടീഷണലായിട്ടാണ്. മുന്നോട്ട് ഉപാധികളൊന്നും തന്നെ വെക്കാതെയാണ്. ഇന്നത്തെ വചനത്തിൽ, ഈ പ്രഭാതത്തിൽ കർത്താവ് എന്നോടും നിങ്ങളോടും കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യം, കർത്താവ് സഹായിക്കുന്ന ഒരു ജനമാകിയാൽ നിങ്ങൾ ഭയപ്പെടാൻ ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസത്തിലും നിരാശയിലും വേദനയിലും ഒക്കെ കടന്നു പോകുന്നവരാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ വചനം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. കർത്താവ് സഹായിക്കുന്നതിനാൽ നീ ഒരിക്കലും അടിപതറുകയില്ലെന്നൊരു ബോധ്യം നിനക്കുണ്ടാകട്ടെ. ഇതാ, എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഒരു ദൈവം, ഒരു രക്ഷകൻ ബേത്ലഹേമിൽ ജനിക്കാൻ പോകുന്നു. എന്നെയും നിങ്ങളെയും നിത്യം സഹായിക്കുന്ന സർവശക്തനായ കർത്താവ് ഈശോ മിശിഹ.